വളവ് തിരിഞ്ഞു വന്ന തുരുമ്പനെ കണ്ട് ശിക്കാരിയും ശിക്കാരിയെ കണ്ട് തുരുമ്പനും ഞെട്ടി. തള്ളേ സിംഹം, ഇത് നോക്കടേ, സിംഹക്കുഞ്ഞാ, സിംഹക്കുഞ്ഞ്. അവ ഓടി. അവൻ്റെ ഒരു ചിരി. മനുഷ്യന്മാര് വരെ എന്നെ കളിയാക്കി തുടങ്ങി. ഇങ്ങനെ ജീവിച്ചിരുന്നിട്ട് എന്തു കാര്യം? പറ്റിയ ഒരു കുന്ന് കണ്ടുപിടിക്കണം താഴേക്കു ചാടാൻ. എന്താ അപ്പൂപ്പ മുഖത്തൊരു വിഷമം? എനിക്കിനി ജീവിക്കണ്ട. ഞാൻ കുന്നിൽ നിന്ന് ചാടാൻ പോവാ. ചത്താലും എന്നെ ആരും ഓർക്കില്ല. കാരണം എൻ്റെ ഒരു ചിത്രം പോലും ഈ കാട്ടിലില്ല. ആ ഉണ്ടായിരുന്ന ചിത്രം ഒരു സിംഹം എറിഞ്ഞുടച്ചു. ശരി, പക്ഷെ അപ്പൂപ്പന് ഇപ്പോൾ നല്ല ക്ഷീണമുണ്ട്. ഈ ഗുഹയിൽ വിശ്രമിച്ചോളൂ. 2 ദിവസം വിശ്രമിച്ചാലേ ചാടാനൊക്കെ ആരോഗ്യം കിട്ടൂ. ശരി ആട്ടെ, നിങ്ങളെന്താ ചെയ്യുന്നത്? പല നിറത്തിലുള്ള പൂക്കളുള്ള പൂന്തോട്ടം ഉണ്ടാക്കുകയാ. ഇനിയിപ്പോൾ ഇതൊക്കെയൊന്ന് മാറ്റി നടണം. മറ്റൊരിടത്ത് പല്ലുള്ള 10-30 അപ്പൂപ്പൻ താടികൾ ഉണ്ടായിരുന്നു സാർ. അസിസ്റ്റന്റിന് എന്തു തോന്നുന്നു? നല്ല വിശപ്പ് തോന്നുന്നു. ബ്ലഡി ഫൂൾ, സീരിയസ് പ്രശ്നത്തിനിടയിലാണോ വിശപ്പ്? ഈ സീരിയസ് പ്രശ്നം കഴിഞ്ഞാൽ കോഴി ബിരിയാണി വാങ്ങിത്തരാമെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ തോന്നൽ പറയാം. വാങ്ങിത്തരാം, പറ. ഈ പ്രശ്നത്തിന് ആകപ്പാടെ ഒരു മന്ത്രവാദത്തിൻ്റെ മണമുണ്ട്. നമുക്ക് ആ കുട്ടൂസിനെ ഒന്ന് പൊക്കണം. 10 മിനിറ്റിനകം കുട്ടൂസൻ കസ്റ്റഡിയിൽ. അയ്യോ, ആരാ? കുട്ടൂസൻ നൽകിയ വിവരമനുസരിച്ച് 10 മിനിറ്റിനകം ലൊട്ടുലൊടുക്കും ഗുൽഗുലുമാലും കസ്റ്റഡിയിൽ. 10 മിനിറ്റ് കൊണ്ട് ശാസ്ത്രജ്ഞന്മാർ നടന്നതെല്ലാം പറഞ്ഞു. അങ്ങനെ ആ പൂപ്പൻതാടികൾക്ക് കടിക്കുന്ന പട്ടിയുടെ സ്വഭാവം കിട്ടി സാർ. ഇനി അവർ ലോകം കീഴടക്കും ഉടൻ. അവയെ നശിപ്പിക്കാനാവില്ലേ? ഇല്ല, അതാണ് പ്രശ്നം. കത്തിച്ചോ വെടിവെച്ചോ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ അവ കൂടുതൽ പെരുകും. അല്ലെങ്കിൽ തന്നെ ഓരോ ദിവസവും അവറ്റകൾ ഇരട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ? ക്രിസ്മസ് ദിവസം പുറത്തു ചാടിയത് ഒരു അപ്പൂപ്പൻ താടി, പിറ്റേന്ന് അത് 2 ആയിട്ടുണ്ടാകും. ശരിയാ, 2ന്റെ കടി എനിക്ക് കിട്ടി. പിറ്റേന്ന് അത് 4 ആയിട്ടുണ്ടാകും. ഡിസംബർ 28-ന് 8, പിറ്റേന്ന് 16. ഇപ്പോൾ അവർ ആക്രമിക്കുന്നത് ഒരേ സമയം 1-2 പേരെയാണ്. എണ്ണം കുറവായതുകൊണ്ടാണത്. പക്ഷേ എണ്ണം 150-ഓ 200-ഓ ഒക്കെ ആയാൽ അവർ ഏത് ആൾക്കൂട്ടത്തെ ആക്രമിക്കും. അതിനു മുമ്പ് അവർ തടഞ്ഞേ പറ്റൂ. പക്ഷെ നശിപ്പിക്കാനായില്ലെങ്കിൽ അവരെ എങ്ങനെ തടയും?